ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ. രാഹുലിനെ പാലക്കാട് അടക്കം എത്തിച്ച് തെളിവെടുക്കും. 15-ന് വൈകിട്ട് രാഹുലിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും കേസെടുത്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു. കോടതിക്ക് പുറത്തടക്കം ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ രാഹുലിനെതിരെ പ്രതിഷേധമുയർത്തി. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജനും ഡാൻ കുര്യനും ശശിനാരായണനും ചേരുന്നുണ്ട്. ആദ്യം ശരണ്യയിലേക്കാണ്. ശരണ്യ, വലിയ പ്രതിഷേധത്തിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ എത്തിച്ചത്. ഇപ്പോൾ 3 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചിട്ടുണ്ട്. തെളിവെടുപ്പടക്കം നടക്കണം. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ യുവജന സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തും. ഇന്ന് കോടതിയിലും കോടതി പരിസരത്തും എന്താണ് സംഭവിച്ചത്? ടോം, കഴിഞ്ഞ ദിവസങ്ങളിലേതിൽ പോലെ തന്നെ വലിയ പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടവുമായി കോടതിയിലേക്ക് എത്തുന്ന ഘട്ടത്തിലും ആശുപത്രിയിൽ അയാളുടെ മെഡിക്കൽ പരിശോധനകൾക്കായി ജയിലിൽ നിന്ന് കൊണ്ടുപോയ ഘട്ടത്തിലും ഉണ്ടായത്. ആദ്യം തിരുവല്ലയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ പരിശോധനകൾ പൂർത്തീകരിച്ച ശേഷമാണ് രാഹുലിനെ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിച്ചത്. അവിടെ തുടക്കത്തിൽ ആശുപത്രി പരിസരത്ത് തന്നെ ഡിവൈഎഫ്ഐ, യുവമോർച്ച, ഒപ്പം തന്നെ BJP പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. ഇവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാഹുലിനെതിരെ ഉയർത്തിയെന്നുള്ളതാണ്. ആശുപത്രി പരിസരത്ത് നിന്ന് മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കി ഒരുവിധം കോടതി വളപ്പിലേക്ക് എത്തിച്ചപ്പോൾ കോടതി വളപ്പിലും അതിരൂക്ഷമായ രീതിയിലുള്ള പ്രതിഷേധം സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. സ്ത്രീകളടക്കമുള്ള യുവമോർച്ച പ്രവർത്തകരാണ് ഇത്തരത്തിൽ, യുവമോർച്ച, BJP, ഒപ്പം തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയത്. കോഴി എന്ന കോഴിയുടെ ചിത്രങ്ങളിലുള്ള പ്ലക്കാർഡുകളടക്കം ഉയർത്തിപ്പിടിച്ചായിരുന്നു രാഹുലിന് നേരെ പ്രതിഷേധം. ഈ ഘട്ടത്തിലൊക്കെ തന്നെ രാഹുൽ ഒരു ചിരിയോടുകൂടിയാണ് ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയത്. അതേസമയം തന്നെ ഒരു ട്രോഫി അടക്കം കൊണ്ടുവന്ന് ആ ട്രോഫിയിൽ കോഴി എന്ന് രേഖപ്പെടുത്തി അത്തരത്തിൽ ആ ബെസ്റ്റ് കോഴിക്കുള്ള അവാർഡ് രാഹുലിന് കൊടുക്കണമെന്നുള്ള രീതിയിലൊക്കെ യുവമോർച്ച പ്രവർത്തകർ അത്തരത്തിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ, അത്തരത്തിൽ പരിഹസിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു. അത്ര ശക്തമായ പ്രതിഷേധമായിരുന്നു വിവിധ സംഘടനകളുടെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മാത്രമല്ല, ഈ രാഹുലിൻ്റെ ഈ പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ ശക്തമായതോടുകൂടി കോടതി പരിസരത്തും കോടതിക്കകത്തും ആളുകൾ തടിച്ചുകൂടുന്നൊരവസ്ഥ ഉണ്ടായി. ആദ്യഘട്ടത്തിൽ രാഹുലിനെ കോടതിക്കകത്ത് എത്തിച്ചു. കേസ് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടി. എന്തായാലും 15 വരെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട്, അതായത് 7 ദിവസമാണ് SIT രാഹുലിൻ്റെ കസ്റ്റഡി അപേക്ഷ മുന്നോട്ട് വെച്ചത്. അതായത് 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം എന്നുള്ളതായിരുന്നു അവർ ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ അത് നൽകിയിട്ടില്ല. മറിച്ച് 3 ദിവസത്തേക്ക് രാഹുലിൻ്റെ കസ്റ്റഡിയിൽ അന്വേഷണ സംഘം വിട്ടിട്ടുണ്ട്. എന്നാൽ പ്രതിഭാഗം പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെ തള്ളിയാണ് അവർ പറഞ്ഞത്. അതായത് പ്രതിഭാഗം പറഞ്ഞ പല കാര്യങ്ങളും, രാഹുലിൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടി. അറസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെയാണ് എന്നുള്ളത് അവർ വ്യക്തമാക്കി. ഒപ്പം തന്നെ അവർ പറഞ്ഞത് 2 സാക്ഷികളെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്ത് വേണം. അത്തരം സാക്ഷികളുടെ പോലും സാന്നിധ്യമില്ലാതെയാണ് രാഹുലിൻ്റെ അറസ്റ്റ് വളരെ തിടുക്കത്തിൽ രാത്രി പാലക്കാട് പോലീസ് നടപ്പിലാക്കിയത് എന്നുള്ളത് അവർ പ്രധാനമായി മുന്നോട്ട് വെച്ച വാദമായിരുന്നു. ഒരു ഘട്ടത്തിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള മറുചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ രാഹുലിനെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് കോടതി, തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അത്തരത്തിൽ ഉത്തരവ് മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയായിരുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയുടെ മുന്നിലേക്ക് വെച്ച വാദങ്ങൾ എന്ന് പറയുന്നത്, രാഹുലിനെ ഈ കേസിനകത്ത് നിർണായകമായ തെളിവെടുപ്പ് ആവശ്യമുണ്ട്. പാലക്കാടും തിരുവല്ലയിലും തെളിവെടുപ്പുണ്ട്. ഒപ്പം തന്നെ ഇയാളുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ, ഇയാൾ ഉപയോഗിച്ചത് ഗാഡ്ജറ്റുകൾ പിടിച്ചെടുക്കേണ്ടതായുണ്ട്. അതിനകത്ത് ഈ സ്ത്രീകളുടെ അടക്കം, ഇവരുടെ നഗ്ന ചിത്രങ്ങളടക്കമുള്ള വീഡിയോകളടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ ഒക്കെ പിടിച്ചെടുക്കേണ്ടതുണ്ട്. രാഹുലുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ അലിഗേഷൻസ് ഉന്നയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഉണ്ടോ എന്ന് കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട് എന്നുള്ളതുമൊക്കെയാണ് അന്വേഷണ സംഘം ഇയാളെ ഇപ്പോൾ അത്തരത്തിൽ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാത്ത ജാമ്യം നൽകുന്ന. ശശിനാരായണൻ കൂടി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, AR ക്യാമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിച്ചിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യണം. ഇന്നത്തെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാകും? മാത്രമല്ല, ഈ തെളിവെടുപ്പ് എപ്പോഴായിരിക്കും? കാരണം പാലക്കാട്ടെ ഫ്ലാറ്റിനടക്കം
എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം അടൂരിലെ ഫ്ളാറ്റിൽ, പത്തനംതിട്ടയിലെ ഫ്ളാറ്റുകളിലടക്കം, അതായത് ഈ യുവതിയെ പീഡിപ്പിച്ചെന്ന് പറയുന്ന ഫ്ളാറ്റുകളിൽ എത്തിച്ച് തെളിവെടുക്കണം. ഈ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ തെളിവെടുപ്പ് നടപടികൾ പകൽ സമയം നടത്തിയാൽ വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ തെളിവെടുപ്പും മറ്റ് നടപടികളും എപ്പോഴായിരിക്കുമെന്ന് സൂചനയുണ്ടോ? ടോം, അല്പസമയം മുമ്പാണ് ഈ രാഹുലിനെ പത്തനംതിട്ട എയർ ക്യാമ്പിൽ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും SIT സംഘവും ഇവിടെയുണ്ട്. എന്തായാലും വിശദമായ ഒരു ചോദ്യം ചെയ്യലുണ്ടാവും, തെളിവെടുപ്പുണ്ടാകും. ഇക്കാര്യങ്ങൾ 3 ദിവസമാണ് കസ്റ്റഡിയിൽ കിട്ടിയുള്ളത്. 3 ദിവസത്തിനകം തന്നെ കൃത്യമായി തെളിവെടുപ്പ് നടത്തണം. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഈ രാഹുലിനെതിരെ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഒരു വെല്ലുവിളിയാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ രാഹുലിനെ ഇവിടെ നിന്നും പാലക്കാട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പാലക്കാട് രാത്രിയിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനമാണെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഒപ്പം തിരുവല്ലയിലാണ് ഈ പീഡനം നടന്നത്. തിരുവല്ല ലോഡ്ജിലും എത്തിച്ച് തെളിവെടുക്കണം. ഒപ്പം മൊബൈൽ ഫോൺ ഒരു മൊബൈൽ ഫോൺ കൂടി രാഹുലിന്റെ കയ്യിൽ നിന്നും അന്വേഷണം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ 3 മൊബൈൽ ഫോൺ രാഹുലിന്റെ കൈവശം നിന്ന് പോലീസിൽ വെച്ചത്. ഇതിന്റെ എല്ലാം വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതായിട്ട് 3 ദിവസത്തിനകം തന്നെ ഇതെല്ലാം പൂർത്തീകരിച്ച് വേണം രാഹുലിനെ തിരികെ 15-ാം തീയതി കോടതിയിൽ വീണ്ടും ഹാജരാക്കാൻ. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ താൻ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രേരിതമായ കേസെന്ന നിലപാടാണ് പ്രതിഭാഗം ഉന്നയിച്ചത് കോടതിയിൽ. തനിക്കിതിൽ പങ്കില്ല, ഇതിൽ ഗൂഢാലോചനയുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ അന്വേഷണമായി സഹകരിക്കുന്ന വ്യക്തിയാണ്. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ സാക്ഷികളില്ലാതെ അർദ്ധരാത്രി തന്നെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാദങ്ങളെല്ലാം കോടതിയിൽ ഇന്ന് ഉന്നയിച്ചിരുന്നു. പക്ഷെ അതെല്ലാം പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് പ്രോസിക്യൂഷൻ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ രാഹുലിന് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവിട്ടത്. എന്തായാലും ആ 3 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടുന്ന ദിവസം പരമാവധി തെളിവുകൾ രാഹുലിനെ കൊണ്ടുപോയി ഈ ക്രൈം നടന്ന സ്ഥലങ്ങളിൽ, ഇത്തരമുള്ള പീഡനം നടന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുക്കുക എന്നുള്ളതാണ് പ്രധാന വെല്ലുവിളി. അത് പൂർത്തീകരിക്കാൻ ഏറെ തടസ്സമുണ്ട്. കാരണം പല സ്ഥലങ്ങളിൽ രാഹുലിനെ പുറത്തിറക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നു. ഇന്ന് തിരുവല്ല കോടതിയിൽ വലിയ പ്രതിഷേധങ്ങളാണ് യുവമോർച്ചയുടെയും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായത്. ചീമുട്ടയേർ വരെ ആ കോടതി പരിസരത്തുണ്ടായി. അത്തരത്തിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് ഒരു MLA എന്ന നിലയ്ക്ക് രാഹുൽ മാറിയിരിക്കുന്നു. അതുകൊണ്ട് രാഹുലിനെ കൊണ്ട് തെളിവെടുപ്പെടുത്തുക എന്ന് പറയുന്നത് സങ്കീർണമായ ഒരു കാര്യമായി പോലീസിന് അന്വേഷണ സംഘത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഒരുപക്ഷെ പാലക്കാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. ഇന്ന് പകൽ സമയത്ത് ഇപ്പോൾ ഇവിടെ രാഹുൽ പത്തനംതിട്ട എയർ ക്യാമ്പിലാണുള്ളത്. ഇവിടുത്തെ ചോദ്യം ചെയ്യലിന് കഴിഞ്ഞ ശേഷം രാത്രിയോടുകൂടി പാലക്കാട് എത്തിച്ച് അവിടുത്തെ തെളിവെടുപ്പ് നടത്താനുള്ളതാണ് തീരുമാനം. അതിനുശേഷമായിരിക്കും തിരുവല്ലയിൽ കൊണ്ടുവന്ന് ഈ പീഡനം നടന്ന ലോഡ്ജിൽ കൊണ്ടെത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. എന്നാൽ ലോഡ്ജ് എടുത്തതെല്ലാം യുവതിയാണെന്നാണ് രാഹുൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ പല കാര്യങ്ങളിലും തനിക്ക് അഭിപ്രായ വ്യത്യാസം, തന്നെ ഇതിൽ രാഷ്ട്രീയ പ്രേരിതമായി കുരുക്കുന്നു എന്നുള്ള കാര്യം വാദങ്ങളൊക്കെ കോടതിയിൽ ഉന്നയിച്ചെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി ഇപ്പോൾ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. 3 ദിവസത്തിനകത്ത് പരമാവധി തെളിവുകൾ തീർച്ചയായും. ഇതോടൊപ്പം എന്തായിരിക്കും ഇനി SITയുടെ നീക്കങ്ങൾ എന്നുകൂടി അറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.